എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ സമയത്ത് ഞാൻ വിശുദ്ധ എക്സ്പെഡിറ്റിൻ്റെ ശക്തിയും സാന്നിധ്യവും വിളിച്ചപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ ബലിപീഠത്തിൽ എൻ്റെ ശരീരം, ഹൃദയം, മനസ്സ്, ആത്മാവ് എന്നിവ ഞാൻ സമർപ്പിക്കുന്നു. ഈ ആവശ്യ സമയത്ത് ദൈവം എൻ്റെ ശക്തിയായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഉറച്ച വിശ്വാസമുണ്ട്. പൂർണ്ണ വിശ്വാസമുണ്ട്. ഓ എൻ്റെ എക്സ്പെഡിറ്റ്, മഹാനായ മധ്യസ്ഥനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. വിശുദ്ധ എക്സ്പെഡിറ്റ്, കുലീനനായ റോമൻ യുവാവും രക്തസാക്ഷിയുമായ അങ്ങേ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നു. കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്ന അങ്ങേ, ഒരിക്കലും കാലതാമസം വരുത്താത്ത അങ്ങേ, എൻ്റെ ജോലിയെയും എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നു. എൻ്റെ ഭവനത്തിലേക്ക് അങ്ങയുടെ ശക്തമായ പിന്തുണ ചോദിക്കാൻ വിശുദ്ധ എക്സ്പെഡിറ്റ് എൻ്റെ വരുമാനം സംരക്ഷിക്കണമേ. അങ്ങനെ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായ പണം ലഭിക്കട്ടെ. എൻ്റെ വീട്ടിൽ ശാന്തിയും സന്തോഷവും നിറയട്ടെ. വാഴ്ത്തപ്പെട്ട വിശുദ്ധ, അങ്ങയുടെ കൃപയാൽ ഞാൻ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ അനുഗ്രഹം നേടിയെടുക്കും. ആവശ്യങ്ങൾ. വിശുദ്ധ എക്സ്പെഡിറ്റിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശുദ്ധ എക്സ്പെഡിറ്റ്, ന്യായവും അടിയന്തര കാര്യങ്ങളുടെ അധിപനായ വിശുദ്ധനെ, ഒരു യോദ്ധാവായ വിശുദ്ധനെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ വിശുദ്ധനെ, നിരാശയായവരുടെ വിശുദ്ധനെ, കഷ്ടതയുടെയും നിരാശയുടെയും ഈ സമയത്ത് എന്നെ സഹായിക്കണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എനിക്ക് പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക അത്ഭുതം ഞാൻ ആവശ്യപ്പെടുകയാണ്. എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ദയവായി എന്നെ സഹായിക്കണമേ. തുടർന്ന് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്നും, കടം വീട്ടാൻ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നവരെങ്കിലും ഇപ്പോഴെല്ലാം വേണ്ടത്ര സമ്പാദിക്കാൻ സാധിക്കുന്നില്ല. ദൈവഹിതമനുസരിച്ച് എത്രയും വേഗം ധാരാളം പണം സമൃദ്ധിയും നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഓ വിശുദ്ധ എക്സ്പെഡിറ്റ്, എൻ്റെ വിശ്വാസം എന്നെ നിലനിർത്തുന്നു. എനിക്ക് ആവശ്യമുള്ളതും ഞാൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ളതും നിങ്ങൾ നൽകുമെന്ന് എനിക്കറിയാം. എനിക്ക് ആഡംബര പണമോ ആഡംബരമോ വേണ്ട. അനാവശ്യ കാര്യങ്ങളോ സുഖസൗകര്യങ്ങളോ ഞാൻ ആവശ്യപ്പെടുന്നില്ല. സമ്മർദ്ദങ്ങളും ആകുലതകളുമില്ലാതെ നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ കരുതലിലേക്ക് വിശ്വസിക്കാനുള്ള കൃപ നൽകണമെന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും സർവശക്തനിൽ ആശ്രയിക്കാനുള്ള ധൈര്യത്തിനും വേണ്ടി താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണമായ സ്നേഹത്തിന് ഒരു ജീവിക്കുന്ന സാക്ഷ്യമാകാൻ എനിക്ക് സാമ്പത്തിക അത്ഭുതം നൽകണമേ. എനിക്ക് സാമ്പത്തിക ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ എൻ്റെ വെളിച്ചവും വഴികാട്ടിയുമാകണമേ. വിശുദ്ധ മധ്യസ്ഥനെ, എൻ്റെ അപേക്ഷകൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ എൻ്റെ പാപങ്ങളുടെ ക്ഷമയ്ക്കും എൻ്റെ ജീവിതം മാറ്റാനുള്ള കൃപയ്ക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവത്തോടെന്നേക്കും നന്ദിയുള്ളവളായിരിക്കുമെന്നും നിങ്ങളുടെ മാതൃക പിന്തുടരുമെന്നും ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയിലും ഗുണങ്ങളിലും വളരുവാൻ ശ്രമിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ.